നമസ്കാരം. നമ്മൾ 2 പീസ് കയാക്ക് വാങ്ങിച്ചായിരുന്നല്ലോ, അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ എടുത്തായിരുന്നു. ആ അൺബോക്സിങ് വീഡിയോയിൽ നമുക്ക് ആ ഇൻസ്റ്റലേഷന് മുമ്പേ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇപ്പം തുടക്കത്തിലെ ഇതുപോലൊരു 2 സ്ക്രൂ ഉണ്ടാവും ഇവിടെ. അതുപോലെ തന്നെ താഴെ ഒരു സ്ക്രൂ ഉണ്ടാവും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഫിറ്റ് ചെയ്യേണ്ട സാധനങ്ങളാണ്. അപ്പോൾ ഓരോന്നായിട്ട് എങ്ങനെയാണ് സ്പെയർ പാർട്സായിട്ട് വന്നതെന്ന് കാണിച്ചു തരാം. അതായത് ഇത് 2 പിടിയാണ്. അതായത് ഇവിടെ വെക്കുന്ന 2 പിടി. അതുപോലെ തന്നെ ഈ പിടിയിൽ ഗോപ്രോയോ വേറെ എന്തെങ്കിലും വെക്കുന്നൊരു സാധനമാണിത്. അപ്പോൾ അതതിനകത്ത് കയറ്റി വെക്കാം. ഫിറ്റ് ചെയ്യാത്തതുകൊണ്ട് എങ്ങനെയാണ് ബിഫോർ ഫിറ്റിംഗ് വീഡിയോ ആണിത് കാണിക്കുന്നത്. നമ്മളിത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ വേറെ ഇടുന്നതായിരിക്കും. പിന്നെ ഇത് നോക്കണം എന്താണ് ഇതിനകത്തൊരു ഇത് റിമൂവബിളാണ്. 360 റോഡ് ഹോൾഡറുണ്ട്. പിന്നെ അതിൻ്റെ നട്ടും ബോൾട്ടും മറ്റ് സാധനങ്ങളും അത് ഫിറ്റ് ചെയ്യുന്നൊരു പാട്ട്. പിന്നെ ഈ സാധനം റിമൂവബിളാണ്. അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അടിയിലോട്ട് വലിയൊരു ഹള്ളാണ്. അപ്പം അതിൻ്റെ ആ ഭാഗം. പിന്നെ ഇത് നമ്മുടെ പെഡൽ ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും ഇത് തന്നെ ഇതുപോലെ തന്നെ റിമൂവ് ചെയ്യുന്ന സാധനമാണ്. ഇങ്ങനെയാണ് നമുക്ക് കയാക്ക് കയറ്റാൻ പറ്റുന്നത്. അല്ല, കയാക്കില്ല, നമ്മുടെ ഒരു സംഭവമുണ്ട്. പെഡലും ഒരു മിനിറ്റ് സ്നോ ഇതാണ് അതിൻ്റെ മോട്ടർ, പെഡൽ മോട്ടർ. അപ്പോൾ ഈ പെഡൽ മോട്ടർ ഇവിടെ കയറ്റാൻ വേണ്ടിയുള്ള സാധനമാണ്. അത് അതിൻ്റെ കണക്ടിവിറ്റിയും അതിൻ്റെ പെഡൽ ഇതാണ്. ഇത് ഇവിടെ കണക്ട് ചെയ്യും. ഇതിപ്പം ഇൻസ്റ്റലേഷൻ വീഡിയോ അല്ല, നമുക്ക് പ്രീ ഇൻസ്റ്റലേഷന് മുമ്പേ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ്. പിന്നെ നമ്മളെ അതിൻ്റെ കൂടെ കിട്ടിയൊരു ഇരിക്കാൻ പാകത്തുള്ള ഒരു ടൈപ്പ് ജാക്കറ്റാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന അല്ലാത്തൊരു ജാക്കറ്റ് കാണിച്ചു തരാം. അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് ചിലപ്പോൾ കുറച്ച് കുറയും. പിന്നെ ഇരിക്കുമ്പം വയറിൻ്റെ ആ ഭാഗം കുറച്ച് ഫ്രീ ആയിട്ട് കിട്ടും ഇവിടെ. അങ്ങനെ ഒരു വ്യത്യാസം ഈ ഇതിലുണ്ട്. പിന്നെ കളർ കുറച്ചുകൂടെ ഒരു നേച്ചർ കളറായിരുന്നു എനിക്കിഷ്ടം. കുഴപ്പമില്ല. പിന്നെ റിഫ്ലക്ടറുണ്ട് ഇതിനകത്ത്. 2 ജാക്കറ്റിലും റിഫ്ലക്ടറുണ്ട്, വിസിലുണ്ട്, പോക്കറ്റ്സ് ഉണ്ട്. പിന്നെ അതിൻ്റെ സീറ്റ് സാധാരണ എന്താ പറയുക, ഒരു കയാക്കിൻ്റെ സീറ്റിനേക്കാൾ ഒരു അപ്ഗ്രേഡാണ്. അതായത് നമുക്ക് സീറ്റ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ജലദോഷം പിടിച്ചതുകൊണ്ട് ഇച്ചിരി ഇങ്ങനെയാണ്. ഞങ്ങളുടെ പൂച്ചയുടെ കളിക്കുക ഇതിനകത്ത് പാത്തിരുന്ന്. ഇത് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹാൻഡിലായതുകൊണ്ട് ഇത് റൊട്ടേറ്റ് ചെയ്യാം. അങ്ങനെ ഒരു ഗുണമുണ്ട്. അതുകൊണ്ട് നമുക്ക് കറങ്ങി നിന്നിരുന്ന് കാസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞങ്ങളുടെ പൂച്ച സാർ ഇതിലായിരിക്കുന്നത്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായ കുറേ ഫിറ്റിങ്ങിൻ്റെ കാര്യം ഇതാണ്. അതിൻ്റെ ഫ്ലാപ്പ് നമ്മൾ എന്താ പറയുക, കൺട്രോൾ ചെയ്യാൻ വേണ്ടി മറ്റേ പോകുന്ന ഇത് ലെഫ്റ്റ് റൈറ്റ് മാറ്റുന്നൊരു സാധനം. പിന്നെ അതേപോലൊരു പിടിയാണ്. ഈ പിടി ഇവിടെ ഫിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡിലായിരിക്കും, ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും ഫിറ്റ് ചെയ്യുന്നത്. ഈ സാധനം എന്താണെന്ന് പഠിച്ച് വരുന്നേ ഉള്ളൂ. അടുത്ത ലോഞ്ചിങ് വീഡിയോയിലൊക്കെ വരുമ്പം നോക്കാം. ഇതെനിക്ക് തോന്നുന്നു മറ്റേ ഇലക്ട്രിക്കൽ മോട്ടറൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള സെറ്റപ്പാണ്. പിന്നെ വീണ്ടും 2 റോഡ് ഹോൾഡർ ഇവിടെ വേറെ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ കൺട്രോൾ ഏരിയ. ഇവിടെ ഉള്ളതുപോലെ തന്നെ അടിയിലുമുണ്ട്. പണ്ട് നേരത്തെ വരുന്നത് 2 സൈഡ് മാത്രമേ ഉള്ളായിരുന്നു തോന്നുന്നു. ഇത് ഞാൻ പൂച്ച വന്ന് കിടന്ന് മാന്തായിരിക്കാൻ വേണ്ടി വെച്ചതാണ്. ഇവിടെ നിന്ന് ചാടിയല്ല നിന്ന് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു സംഭവമാണ് ഇവിടെ. അപ്പോൾ അതൊക്കെയാണ് ഒരു 5 മിനിറ്റ് ഉള്ള ഒരു വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫുൾ വെർഷനുമായിട്ട് പിന്നീട് വരുന്നതായിരിക്കും. ഫോളോ ചെയ്യുക. അപ്പോൾ ബാക്കി പിന്നെ കാണാം.